വടക്കൻ പറവൂരിലെ കെടാമംഗലം തലക്കാട്ട് ഭഗവതി ക്ഷേത്രമാണ് വേദി. മീനാട് വിനായകനും മച്ചാട് ധർമ്മനും തുടങ്ങി കേരളത്തിലെ തന്നെ മികച്ച 5 ആനകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം. അന്നേ ദിവസം മീനാട് വിനായകനാണ് എഴുന്നള്ളിപ്പാന എങ്കിലും ഏവർക്കും ആകർഷണീയനായി നിൽക്കുന്നത് ഒരു കുട്ടിക്കൊമ്പനായിരുന്നു. 2007 ബീഹാറിൽ നിന്നും പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ തറവാട്ടിലെത്തപ്പെട്ട് അവിടെ നിന്നും കൊല്ലത്തെ മുഖത്തല ഗ്രാമത്തിലെ അക്കാവിള തറവാടിൻ്റെ സ്വന്തമായി നിൽക്കുന്ന വിഷ്ണുനാരായണൻ ഒരു ആനക്കാരനാൽ പ്രശസ്തനായ ആന എന്ന് പറയുന്നതാകും വിഷ്ണുനാരായണൻ്റെ കാര്യത്തിൽ ഏറെ ഉചിതം. ആരെയും ആകർഷിക്കുന്ന ആകാരഭംഗിയുള്ള ഒരു ആനയാണ് വിഷ്ണുനാരായണനെങ്കിലും ആനക്കേരളം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മാമ്പി എന്ന് വിളിക്കുന്ന ചേർത്തലക്കാരൻ ശരത് എന്ന ചട്ടക്കാരൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇന്ന് അക്കാവിള വിഷ്ണുനാരായണനെ പൂരപ്പറമ്പുകൾക്ക് ഒരുപോലെ പ്രിയങ്കരനാക്കിയിരിക്കുന്നത്. കൊല്ലത്തു നിന്നും തൃശ്ശൂർ തിരുവാണിക്കാവിൽ ആനയെ കുറച്ചുനാൾ പാട്ടത്തിനായി എടുത്തിരുന്നു. അന്നെല്ലാം തന്നെ എണ്ണം തികയ്ക്കാൻ ഒരു ആന എന്ന മട്ടിലായിരുന്നു വിഷ്ണുനാരായണൻ. എന്നാൽ ഇന്നിപ്പോൾ കഥ മാറി. പാലക്കാടും തൃശ്ശൂരും എറണാകുളത്തുമെല്ലാം വിഷ്ണുനാരായണന് ആവശ്യക്കാർ ഏറെയാണ്. വിഷ്ണുനാരായണനെ കാണുവാൻ തലക്കാട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ക്ഷേത്രത്തിന് പിന്നിലായുള്ള പറമ്പിൽ നിർത്തിയിരിക്കുകയായിരുന്നു ആനയെ. കുട്ടിക്കുറുമ്പുകൾ നിറഞ്ഞ പ്രായമായതുകൊണ്ട് തന്നെ ആനക്കാരൻ്റെ അസാന്നിധ്യത്തിൽ ആന പല കുരുത്തക്കേടുകളും കാണിക്കുന്നുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം മാമ്പി അവിടേക്ക് എത്തി. അന്നേരമത്രയും ചട്ടക്കാരനായ മാമ്പിയെ അന്വേഷിച്ച് ആരാധകർ അധികവും അവിടെ വന്ന് പോയിരുന്നു. ആ സമയത്താണ് കുറച്ച് കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ അവിടേക്ക് എത്തിയത്. അവർ ക്ലാസ് കട്ട് ചെയ്തുള്ള വരവാണ്. ഉദ്ദേശം മാമ്പി അണ്ണനെ കാണണം, കൂടെ ഒരു സെൽഫിയും എടുക്കണം. പണ്ടൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് ആനകളെ കാണാൻ പോയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചിലപ്പോൾ കൂടെയുള്ള ആനക്കാരനെയും ശ്രദ്ധിച്ചേക്കാം. എന്നാൽ ഇന്ന് കഥ മാറിയിരിക്കുന്നു, കാലവും. ക്ഷേത്രത്തിന് പിന്നിലായുള്ള പറമ്പിലെ ആനയുടെ വിശ്രമ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി എഴുന്നള്ളിപ്പിനായുള്ള ഒരുക്കമാണ്. വിശ്രമസമയം ആന ദേഹത്ത് വാരിയിട്ട മണ്ണെല്ലാം കളഞ്ഞ് ഒരു ചെറിയ കുളിക്കായുള്ള തയ്യാറെടുപ്പിലാണ് മാമ്പി അണ്ണനും വിഷ്ണുനാരായണനും. ക്ഷേത്ര നടവഴിയിൽ നിന്നുകൊണ്ട് ഓടിച്ചിട്ടൊരു കുളിയെ ഇപ്പോഴുള്ളൂ. വിസ്തരിച്ചുള്ള കുളി രാവിലെ കഴിഞ്ഞിരിക്കുന്നു.
വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിലായുള്ള വഴിയുടെ അറ്റത്ത് നിന്നുമാണ്. അതുകൊണ്ട് തന്നെ എഴുന്നള്ളിപ്പാനയായ മീനാട് വിനായകൻ ഭഗവതിയെ ശിരസിലേറ്റി നേരത്തെ തന്നെ പോവുകയാണ്. എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴാണ് കൂട്ടാനകൾ നിൽക്കേണ്ടതുള്ളൂ. അതിനാൽ തന്നെ വിഷ്ണുനാരായണനും മറ്റു കൂട്ടാനകൾക്കും തലയ്ക്കെട്ട് കെട്ടുവാൻ ഇനിയും ധാരാളം സമയമുണ്ട്. കുളി കഴിഞ്ഞ് മതിയാവോളം വെള്ളവും കുടിച്ച് ഫോട്ടോഗ്രാഫർമാർക്കായി പോസ്റ്റ് ചെയ്യുകയാണ് ആനക്കുട്ടി. ഇനി തലയ്ക്കെട്ടും മറ്റ് ആടയാഭരണങ്ങളും അണിയേണ്ട സമയം. ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നള്ളിപ്പിനിടയിലേക്ക് കയറി നിൽക്കുവാൻ ചെല്ലുന്ന സമയത്താണ് ഒരാൾ വിഷ്ണുനാരായണൻ്റെ പിന്നാലെ ഓടിക്കയറി വന്നത്. പെട്ടെന്ന് ആനക്കുട്ടി ഒന്ന് പേടിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ അത്യാവശ്യം വൈറലായി നിൽക്കുന്ന മീനാട് വിനായകൻ്റെ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? അതിലെ ആ ധൈര്യവാനായ പട്ടിക്കുട്ടി തന്നെയാണ് വിഷ്ണുനാരായണന് പിന്നാലെയും ഓടി വന്നത്. ആദ്യം ആനക്കുട്ടിയൊന്ന് പേടിച്ചുവെങ്കിലും ആരും അറിഞ്ഞില്ല എന്ന മട്ടിൽ എഴുന്നള്ളിപ്പിനിടയിലേക്ക് കയറി നിന്നു, പ്രൗഢിയോടെ തന്നെ. ആനക്കാഴ്ചകളും വിശേഷങ്ങളും എത്ര കണ്ടാലും കേട്ടാലും മതിവരാത്തവ തന്നെയാണ്. ഇനിയും തുടരുകയാണ് ആനത്താരയിലൂടെയുള്ള ഈ യാത്ര. മറ്റൊരാനയുടെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.